ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ലിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. പേഴ്സണൽ റീഡിങ്സിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് അഡീഷണൽ മെസ്സേജസ് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ അവിടെ മെസ്സേജ് ചെയ്യാം, നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ. അപ്പോൾ അവിടെയും എന്നെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പേജിന്. എൻ്റെ പേജിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് എൻ്റെ ചാനലിലെ മെമ്പർഷിപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് സെപ്റ്റംബർ മാസത്തിൻ്റെ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അതല്ലാണ്ട് എങ്ങനെ സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉണ്ടാവുക, എന്തൊക്കെയാണ് ഉണ്ടാവുക ഈ മാസം, നമ്മൾക്ക് അതിലും ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. മെസ്സേജസ് എന്താണെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, നിങ്ങളുടെ എന്താണ് ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങളുടെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജിയാണ് 5 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ കറണ്ട് എനർജിയാണ് ഹൈറോഫാന്റ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർ. നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം 3 ഓഫ് വാൻഡ്സ്. അഡ്വൈസ് നിങ്ങൾക്ക് ടവർ. സർപ്രൈസ് ഫാക്ടറിൽ നിങ്ങൾക്ക് 2 ഓഫ് കപ്സ്. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്. അപ്പോൾ ലിയോ, ഇവിടെ ഞാൻ കാണുന്നത് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്, കുറേ സ്റ്റേബിൾ ബിഗിനിങ് ആണ് ഇത്. അപ്പോൾ ഇതൊരു ജോലിയുടെ എനർജി ആവാം, ഒരു പുതിയ ജോബ്, ഒരു പുതിയ ബിസിനസ്. ഇത് ഒരു റിലേഷൻഷിപ്പാണ് വെച്ചാൽ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ്. ഒരു ഫ്രണ്ട്ഷിപ്പ് തൊട്ടിട്ട് ആണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ലെവൽ തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ അത് ലോങ് ടേം ആയിട്ട് പോവും, പറഞ്ഞാൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് പോവും. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. ഈ റിലേഷൻഷിപ്പിൽ വെച്ചാൽ ഈ ജോബ് ഓപ്പർച്യൂണിറ്റി പറയുന്നത് ഇപ്പോൾ അത്ര സമയം എടുക്കില്ല, വേഗം വരാൻ പോണ എനർജിയാണ്, ഓഫറാണ്. അപ്പോൾ ഇത് ഈ മാസം തന്നെയാണ് വരുന്നുണ്ടാവുക. ആൻഡ് നിങ്ങൾക്ക് ഉടനെ ഡിസിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു ജോബ് ഓഫറാണ് വെച്ചാൽ അത്ര സമയം കിട്ടില്ല നിങ്ങൾക്ക് ആലോചിക്കാൻ. ഓക്കെ, ഇവിടെ ഇമ്മീഡിയറ്റ് ഓയിൽ വെച്ചാൽ വേഗം ഡിസിഷൻ എടുക്കണ ഒരു എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു പേടിയുണ്ട് മനസ്സിൽ, ഇത് ഞാൻ ചെയ്യണത് ശരിയാണോ എന്ന്. ഇപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് സമയം വേണ്ടി വരും. അതല്ല വെച്ചാൽ നിങ്ങൾക്കൊരു ഹെസിറ്റേഷൻ ഉണ്ടാവും, അത് ഈ സിറ്റുവേഷൻ, ഈ പേഴ്സണെ ഞാൻ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ. ഫ്രണ്ട്ഷിപ്പായിട്ടാണ് തുടങ്ങേണ്ടത്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലൊരു പേടിയുണ്ട് എന്ന് വെച്ചാൽ ഈ പേഴ്സൺ എങ്ങനെയായിരിക്കും, എന്താണ് ഫ്യൂച്ചറുള്ളത്, അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ കുറേ ഉണ്ടാവും തോട്ട്സ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ തന്നെ ഞാൻ കാണുന്നത് 5 ഓഫ് വാൻഡ്സ് ആണ് എനർജി. അപ്പോൾ പാസ്റ്റിൽ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് കാണാണ്ട്, എന്തോ ഒരു സിറ്റുവേഷനിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് ജോബിൻ്റെ കാര്യത്തിലാണ് വെച്ചാൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പാണ് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. മജിഷ്യൻ കാർഡ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ പാസ്റ്റിൽ. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് ഒരു പുതിയ ബിഗിനിങ് ആയിരുന്നു. അപ്പോൾ നിങ്ങളൊരു ജോബിൽ ഹാപ്പി ആയിരുന്നില്ല വെച്ചാൽ നിങ്ങളൊരു പുതിയ ജോബ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിരുന്നില്ല വെച്ചാൽ നിങ്ങൾ ഒരു പുതിയ സ്റ്റേബിൾ റിലേഷൻഷിപ്പായിരുന്നു മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നെ. ഇപ്പോൾ കറണ്ട് എനർജിയിൽ യൂണിവേഴ്സ് നിങ്ങളുടെ പ്രേയേഴ്സ് ഗ്രാൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കാണുന്നത് ഒരു
ഡിവൈൻ ടൈമിങ്ങിൽ വരണ ഓഫറാണ്. ഓക്കെ, ഹൈറോഫാൻറ്റ് ഒരു കുറേ സ്റ്റേബിൾ ഓഫറാണ്, ഒരു ട്രഡീഷണൽ മാതിരി ഒരു ഓഫറാണ് വരണത്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ പേഴ്സണും കുറേ ഒരു സ്റ്റേബിൾ നർച്ചറിങ് ഫാമിലി ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് റൊമാൻറ്റിക്കലി. അതല്ല വെച്ചാൽ ഇതൊരു ജോബ് ഓഫറാണ് വെച്ചാൽ ഇതൊരു ഞാൻ പറഞ്ഞ മാതിരി ലോങ് ടേം സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന ജോബ് ഓഫറായിരിക്കാം. ജഡ്ജ്മെൻറ്റ് ഇതൊരു പുതിയ ബിഗിനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് കൊണ്ടുവരണു. നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് സ്റ്റാറാണ്. ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങളുടെ വിഷസൊക്കെ ഫുൾഫിൽ ആവുന്നുണ്ട്. നിങ്ങൾ വേണ്ട മാതിരി തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടാവുന്നത്. പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഓപ്പർച്യൂണിറ്റീസ് വരണതും അങ്ങനെ തന്നെ നിങ്ങൾ പ്രേ ചെയ്ത മാതിരി തന്നെയാണ്. പേജ് ഓഫ് വാൻസ് ഇവിടെ ഒരു ഞാൻ പറഞ്ഞ മാതിരി ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണു, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണു. ആൻഡ് ഈ തുടക്കത്തിൽ നിങ്ങൾക്ക് കുറേ സക്സസ്സും ഉണ്ട്. അപ്പോൾ ഒരു ജോബാണെന്ന് വെച്ചാൽ ഈ ജോബിൽ നിങ്ങൾക്ക് കുറേ സക്സസ് ഉണ്ടാവും. ബിസിനസ്സാണെന്ന് വെച്ചാലും കുറേ സക്സസ് ഉണ്ട്. റിലേഷൻഷിപ്പ് ആണെന്ന് വെച്ചാലും ഈ പേഴ്സൺ നിങ്ങളെ എല്ലാ സ്ഥലത്തും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വേറെ ആൾക്കാരുടെ കൂടെ. നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു നല്ല ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ ഈ സിറ്റുവേഷൻ ഒളിപ്പിക്കാൻ നോക്കണില്ല. ഈ റിലേഷൻഷിപ്പ് കുറേ ഓപ്പൺ ആണ്, കുറേ ഒരു എന്താ പറയുക, ഇവരെ എല്ലാവരോടും നിങ്ങളെക്കുറിച്ച് പറയണു, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണു, ഫാമിലിയുടെ കൂടെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊരു എല്ലാവർക്കും അറിയാം പറഞ്ഞാൽ നിങ്ങൾ ഈ രണ്ടാളും ഒരു റിലേഷൻഷിപ്പിലാണെന്ന്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. 3 of Wands ആണ് നിങ്ങളുടെ ചാലഞ്ച് പൊസിഷനിൽ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഇവിടെ എന്താ വെച്ചാൽ ഈ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനുള്ള എനർജി ആണ് ചാലഞ്ചായിട്ട് കാണുന്നത്. നിങ്ങൾക്കത് ചിലപ്പോൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഏസ് സോഡ്സ് എന്തോ ഒരു ഡിസിഷൻ ഞാൻ പറഞ്ഞ മാതിരി ഉടനെ എടുക്കാനുള്ള ഡിസിഷൻ ആണ് ഇത്. ഉടനെ എടുക്കാൻ പോവാണ ഡിസിഷനാണ് ഇത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളത്. അത് നിങ്ങൾക്ക് ഉടനെ ഡിസിഷൻ എടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആ സമയത്തെ അറിയില്ലൂ എന്താ ഉണ്ടാവാൻ പോകണമെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ പേഴ്സണെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് വന്നത്, നിങ്ങൾ റിപ്ലൈ ചെയ്തു, യെസ് എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ശരിയായ സമയത്താണ് എല്ലാം കൂടിയും ഇത് ശരിയായി വരണത്. അപ്പോൾ അത് കുറച്ചൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ഇപ്പോഴും. പക്ഷേ അത് ഉണ്ടായാലും നിങ്ങൾക്ക് ഈ മാസം തന്നെയാണ് ഒരു കൺക്ലൂസീവ് ആയിട്ടൊരു മറുപടി കിട്ടുക. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് ഫെയ്ത്ത് വെക്കുക. എന്ന് വെച്ചാൽ എല്ലാം ഇപ്പോൾ ശരിയാവും, എല്ലാം ഒരു നല്ല പോസിറ്റീവ് മാതിരിയാണ് മുമ്പോട്ട് പോണേ. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബ്ലോക്സ് ഒന്നുമില്ല ഇവിടെ. അപ്പോൾ എല്ലാം കൂടിയും മുമ്പോട്ടാണ് പോണത് കാര്യങ്ങൾ. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ഞാൻ കാണുന്നത് നിങ്ങളുടെ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾ മുമ്പോട്ട് പോകാൻ റെഡിയാണ്. പക്ഷെ അതുണ്ടായിട്ടും എല്ലാം ശരിയായ സമയത്താണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് കുറച്ചൊരു വെയിറ്റിംഗ് എനർജി ഉണ്ട്. ടവറാണ് ഇവിടെ അഡ്വൈസ് നിങ്ങൾക്ക്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ഒരു ബോൾഡായിട്ട് ഒരു ഡിസിഷനാണ് എടുക്കാൻ പറയണത്. ഈ ഡിസിഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർ ഷോക്ക്ഡ് ആവും. ടവർ, പേജ് ഓഫ് സോഡ്സ്, ലവേഴ്സ്. അപ്പോൾ എസ്പെഷ്യലി റൊമാൻറ്റിക് സിറ്റുവേഷനിലാണ് വെച്ചാൽ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ എന്തോ ഒരു മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഒരു വലിയ മാറ്റമാണത്. അപ്പോൾ സൂക്ഷിച്ചിട്ട് ആലോചിച്ചിട്ട് വേണം ഡിസിഷൻസ് ഒക്കെ എടുക്കുക. എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വേണം ഡിസിഷൻസ് എടുക്കുക. ഉടനെ നിങ്ങൾക്ക് അത്ര സമയമില്ല ഡിസിഷൻ എടുക്കാൻ. എന്തായാലും അങ്ങനെ ആയാലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻഫർമേഷനൊക്കെ ഗ്യാദർ ചെയ്യുക. ലവേഴ്സ് ഇവിടെ ഒരു ചോയ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനാണ് ഞാൻ കാണുന്നത്. പക്ഷേ യൂണിവേഴ്സ് അതുണ്ടായാലും നിങ്ങളോട് റീസേർച്ച് ചെയ്യാൻ ആണ് പറയണത്, അഡ്വൈസായിട്ട് തരണത്. ഇതൊരു ജോലിയുടെ ഓഫറാണ് വെച്ചാൽ അഗൈൻ ഓൺലൈൻ റീസേർച്ച് ചെയ്യുക, ഈ കമ്പനി കുറിച്ച് കൂടുതൽ അറിയാൻ നോക്കുക, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. അത് കഴിഞ്ഞിട്ടൊരു ഡിസിഷൻ എടുക്കുക. ഇവിടെ എസ്പെഷ്യലി ഞാനൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പും കാണുന്നുണ്ട്. അപ്പോൾ ചിലവർക്ക് ഇത് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഈ പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ്, ഈ പേഴ്സൺ എങ്ങനെയാണെന്ന്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം. 2 of Cups ആണ് ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു ലവ് റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ
2 ഓഫ് കപ്സിൽ എന്താണ് ഇത് വെയിറ്റിംഗ് പീരീഡ് ആദ്യം കാണേണ്ടത്. പക്ഷേ ഈ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഈ പുതിയ റിലേഷൻഷിപ്പ് വരണു. ചില ചാലഞ്ചസ് ഉണ്ട്, പക്ഷെ അതിനെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ആ ചാലഞ്ചസിനൊക്കെ മൈൻഡ് ചെയ്യരുത്. എന്നുവെച്ചാൽ ഇത് അങ്ങനെ ഒരു വലിയ ചാലഞ്ചൊന്നും അല്ല. മൂൺ ഇവിടെ നിങ്ങളുടെ മനസ്സിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ പേടിയുണ്ട്, ഫിയർ ഉണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ എല്ലാത്തിലും ശരിയായ സമയത്ത് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 6 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഔട്ട്കം ആയിട്ട്? 8 ഓഫ് കപ്സ്. നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷനെ വിട്ട് പോണു, നിങ്ങളുടെ മനസ്സിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ എന്തോ ഒരു ഇംബാലൻസ് കാണാണ്ട് ഇവിടെ. ഓക്കെ, ഒരു റിലേഷൻഷിപ്പിൽ ഇംബാലൻസ് ആവാം, ഇത് നിങ്ങളുടെ എനർജി ആവാം. നിങ്ങൾ ഷുവർ അല്ല ഈ സിറ്റുവേഷനിൽ എന്താ വേണ്ടതെന്ന്. അതുകൊണ്ട് നിങ്ങളൊരു കുറേ അൺപ്രെഡിക്റ്റബിൾ എനർജിയിലാണ് കാണുന്നത്. ഈ മറ്റേ പേഴ്സൺ കുറേ എഫേർട്ട് ഇടുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ആ എഫേർട്ട് അത്ര ഇല്ല. എന്നുവെച്ചാൽ നിങ്ങൾ ഷുവർ അല്ല, നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ട്. അതാണ് യൂണിവേഴ്സ് പറയണത് ഇവിടെ എന്താ വെച്ചാൽ പേടിക്കാണ്ട് ഒരു ഡിസിഷൻ എടുക്കുക. നിങ്ങൾ വേണ്ടപ്പെട്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു തീരുമാനം എടുക്കേണ്ടി വരും. എന്നുവെച്ചാൽ ഇവിടെ ഒരു ഇംബാലൻസ് കാണാണ്ട്. ഈ ഇംബാലൻസ് ക്രിയേറ്റ് ആവണത് എന്താ വെച്ചാൽ നിങ്ങളുടെ കൺഫ്യൂഷൻ്റെ കാരണമാണ്. എന്താ തീരുമാനം എന്ന് വെച്ചാൽ അത് ബോൾഡായിട്ട് മുമ്പോട്ട് പോവാം. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ്? നോ എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, എന്തോ നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു വെച്ചാൽ നോ ആണ് ആൻസർ. ആൻഡ് റിക്കവറി ഉണ്ട്. അപ്പോൾ എന്തോ ഒരു റിക്കവറി കാണുന്നുണ്ട്. നിങ്ങൾ എന്തോ ലൂസ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ അതിൻ്റെ റിക്കവറി ഉണ്ടാവും. ബി അസേർട്ടീവ്ന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി ചാലഞ്ചസ് ഉണ്ടാവും, പക്ഷേ ആ ചാലഞ്ചസ് അത്ര വലിയ ചാലഞ്ചസ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. കുറേ അസേർട്ടീവ് ആവണം നിങ്ങൾക്ക്. നിങ്ങളുടെ വേണ്ട മാതിരി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്കത് ഓപ്പണായിട്ട് സംസാരിച്ച് വേണം അതിനെ ചെയ്യുക. എന്നുവെച്ചാൽ ഇവിടെ അസേർട്ടീവ് ആയാലേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് വേണ്ട മാതിരി കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ലിയോ, ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തുന്ന്. ഇവിടെ കുറേ ക്യാൻസർ ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തുന്ന്. റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കെല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.